Hello, my dear students. Good morning, all of you. All of you fine? Okay. Do you remember our last class? Where did we stop our last class? Okay, we read a beautiful story, The Elves and the Shoemaker, isn't it? Shall we go to our remaining parts of the story? Are you ready? Okay, let's go to our story. Page number 123, scene 3. When the stage is lit, light falls on a pair of shining smart brown shoes kept on the table. The shoemaker and his wife enter. He sees the shoes and exclaims, "Shoemaker, wow, it's miracle. The leather has been made into a pair of beautiful shoes." Okay, all of you listen here. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീൻ 2 വരെയാണ് സ്റ്റോപ്പ് ചെയ്തത്. എന്തായിരുന്നു സീൻ 2ൽ ഷൂമേക്കറും അവൻ്റെ വൈഫും എന്താണ് ഒരു കൂട്ട് ഷൂസിനുള്ള ലെതറുമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് കിടക്കാൻ പോകുന്നത്. ആ ഉറങ്ങുന്ന ടൈമിൽ 2 എൽഫ്സ് വന്നിട്ട് എന്ത് ചെയ്യണം, ആ ലെതറിനെ എന്താക്കി മാറ്റി, നല്ല ബ്യൂട്ടിഫുൾ ഷൂസാക്കി മാറ്റുകയാണ് അല്ലേ. അതുവരെ നമ്മൾ സീൻ 2 സ്റ്റോപ്പ് ചെയ്തത്. യെസ് ഓർ നോ? ഓക്കെ. ആ ബ്യൂട്ടിഫുൾ ഷൂസ് എങ്ങനെയാണ് അവർ പാട്ട് പാടുന്നതിന്, അവരുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു, നല്ലൊരു മനോഹരമായ പാട്ട് പാടുന്നതിനനുസരിച്ചാണ് അവർ ആ ബ്യൂട്ടിഫുൾ ഷൂസ് ഉണ്ടാക്കുന്നത്. ഇനി സീൻ 3. When the stage is lit, light falls on a pair of shining smart brown shoes kept on the table. The shoemaker and his wife enter. He sees the shoes and exclaims. സീൻ 3ൽ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ എന്താണ് ലൈറ്റ് കാണുന്നത്, ആ ലൈറ്റ് ടേബിളിൽ എന്തിരിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷൂസ് എവിടെ ഇരിക്കുന്നുണ്ട്, ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷൂസാണ് എവിടെ ഇരിക്കുന്നത്, ടേബിളിൽ ഇരിക്കുന്നത്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് എൻ്റർ. സ്റ്റേജിലേക്ക് ആരാണ് ആ ടൈമിൽ വരുന്നത്, സീൻ 3ൽ ഷൂമേക്കറിൻ്റെ വൈഫും വരികയാണ്. ഹി സീസ് ഷൂസ് ആൻഡ് എക്സ്ക്ലൈംസ്. ഇവരെ ബ്യൂട്ടിഫുൾ ഷൂസ് കണ്ടിട്ട് എന്താണ് അത്ഭുതപ്പെടുകയാണ്. കാരണം എന്തായിരുന്നു, അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താണ് ഒരു കൂട്ട ഷൂസിനുള്ള ലെതർ ആയിരുന്നു എവിടെ വെച്ചത്, ടേബിളിൽ വെച്ചത്. പക്ഷെ അതെന്തായി പിറ്റേ ദിവസം നോക്കുമ്പോൾ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷൂസായിട്ട് ആ ലെതർ മാറിയിരിക്കുന്നു. ഷൂമേക്കർ, വൗ, ഇറ്റ്സ് മിറാക്കിൾ. ദ ലെതർ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. ഷൂമേക്കർ പറയണം, വൗ, എന്തൊരു അത്ഭുതമാണ്, നമ്മൾ വെച്ച ആ ലെതർ എന്തായി മാറിയിരിക്കുന്നു. ദ ലെതർ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. ആ ലെതർ എന്തായി മാറിയിരിക്കുന്നു, ഒരു കൂട്ട് ബ്യൂട്ടിഫുൾ ഷൂസായി മാറിയിരിക്കുന്നു. ഷൂമേക്കേഴ്സ് വൈഫ് സർപ്രൈസ്ഡ്, ഐ കാൺട്ട് ബിലീവ് ദിസ്, ഹൂ മെയ്ഡ് ദിസ്. അപ്പോൾ ഷൂമേക്കറിൻ്റെ വൈഫ് പറയണം, എന്താണ് അത്ഭുതത്തോടെ പറയണം, എങ്ങനെ, ഐ കാൺട്ട് ബിലീവ് ദിസ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൂ മെയ്ഡ് ദിസ്, ആരാണ് ഈ ഷൂസ് ഉണ്ടാക്കിയത്, ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഷൂസ് ആരാണ്. അവരെങ്ങനെയായിരുന്നു, ഒരു ലെതർ മാത്രമാണ് അവിടെ വെച്ചിരുന്നത്, പക്ഷെ അതിപ്പോൾ എന്തായി മാറിയിരിക്കുന്നു, ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷൂസായി മാറിയിരിക്കുന്നു. ആ ടൈമിലാണ് എന്ത്, കസ്റ്റമർ 1 എൻറ്റേഴ്സ്. കസ്റ്റമർ 1, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ പെയർ ഓഫ് Customer 1, I would like to have a pair of dark brown shoes. Do you have such a pair? കസ്റ്റമർ ആ ടൈമിലാണ് കസ്റ്റമർ 1 എവിടേക്ക് വരുന്നത്, ഷൂമേക്കറിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് വേണം, ഒരു കൂട്ട് ബ്രൗൺ ഷൂസ് വേണം. ഡു യു ഹാവ് സച്ച് എ പെയർ, നിങ്ങളുടെ കയ്യിലുണ്ടോ, ബ്രൗൺ ഷൂസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഷൂമേക്കർ, ഓഫ് കോഴ്സ് സർ, വി ഹാവ് വൺ റൈറ്റ് ദർ. തീർച്ചയായും ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഡാർക്ക് ബ്രൗൺ ഷൂസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. കസ്റ്റമർ 1, വാട്ട് സൈസ് ആർ ദോസ് ഷൂസ്? നിങ്ങളുടെ കയ്യിലുള്ള ഷൂസിൻ്റെ സൈസ് എത്രയാണ്? ആരാ ചോദിക്കുന്നത്, കസ്റ്റമർ 1 ചോദിക്കണം. ഷൂമേക്കർ, ദേ ആർ സൈസ് 10 സർ. അതിൻ്റെ സൈസ് എത്രയാണ്, 10. ഹി ഹാൻഡ്സ് ദ ഷൂസ് ഓവർ ദ കസ്റ്റമർ ട്രൈസ് ദം ഓൺ. അങ്ങനെ എന്ത് ചെയ്യും, അയാൾ ചോദിച്ച ആ ബ്രൗൺ ഷൂസ് കസ്റ്റമറിന് ആര് കൊടുക്കും, ഷൂമേക്കർ കൊടുക്കണം. ഷൂമേക്കർ കൊടുത്തപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യണം, അതൊന്ന് ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർ 1, ദേ ആർ പെർഫെക്റ്റ്, വാട്ട്സ് ദ പ്രൈസ്? അങ്ങനെ അതിട്ട് നോക്കിയിട്ട് കസ്റ്റമർ 1 എന്താ പറയുന്നത്, ദേ ആർ പെർഫെക്റ്റ്, ഇതെനിക്ക് നന്നായി ചേരുന്നുണ്ട്. വാട്ട്സ് ദ പ്രൈസ്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഷൂമേക്കർ, 10 pounds. Customer 1, only 10 pounds, but they are so well made. I will give you 15. കസ്റ്റമർ 1നോട് ഷൂമേക്കർ പറയണം, എന്താണ്, 10 pounds ഉള്ളൂ ഈ ഷൂവിന്. പക്ഷെ എന്താ പറയുക, കസ്റ്റമർ 1 ഇത് കേട്ടപ്പോൾ എന്താ പറയുന്നത്, ഓൺലി 10 pounds, ആകെ 10 പൗണ്ടേ ഉള്ളൂ. ബട്ട് ദേ ആർ സോ വെൽ മെയ്ഡ്, പക്ഷെ ഇത് എന്താണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു 50, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് 15 പൗണ്ട് തരാം. കസ്റ്റമർ 1ന് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ 10 പൗണ്ട്സിന് പകരം എത്ര പൗണ്ടാണ് കൊടുക്കുന്നത്, 15 pounds കൊടുക്കും. ഷൂമേക്കർ, ഓ സർ, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. നിങ്ങൾക്ക് എന്തുണ്ട്, ദയുണ്ട്, താങ്ക് യു സർ എന്ന് പറയണം. അതായത് 10 പൗണ്ടിന് പകരം ഇയാൾ എത്ര, കസ്റ്റമർ 1 എത്ര രൂപ കൊടുത്തത്, 15 പൗണ്ട് കൊടുത്തപ്പോൾ എന്താണ്, നിങ്ങൾ ദയാലുവാണെന്ന് ആര് പറയും, നമ്മുടെ ഷൂമേക്കർ കസ്റ്റമർ 1നോട് പറയും. കസ്റ്റമർ എക്സിറ്റ് വിത്ത് ദ ഷൂസ്. അങ്ങനെ ഈ ഷൂസ് വാങ്ങിക്കൊണ്ട് അവിടുന്ന് ആര് പോവുകയാണ്, കസ്റ്റമർ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഷൂമേക്കേഴ്സ് വൈഫ്, 50 pounds, വി ക്യാൻ ബൈ ലെതർ ഫോർ 6 pairs ഓഫ് ഷൂസ്. നമുക്ക് എന്ത് 50 pounds, 15 പൗണ്ട് കിട്ടി, നമുക്ക് എന്ത് ചെയ്യാം, 6 കൂട്ട് ഷൂസിനുള്ള ലെതർ എന്ത് ചെയ്യാം, നമുക്ക് പോയി വാങ്ങിക്കാം എന്ന് പറയണം.
അങ്ങനെ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആരാ സ്റ്റേജിലേക്ക് വരുന്നത്? ദ നറേറ്റർ ആൻഡ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നറേറ്ററാണ് പിന്നെ സ്റ്റേജിലേക്ക് വരുന്നത്. നറേറ്റർ എന്നാണ് നമ്മളെ കഥ വിവരിക്കുന്ന ആൾ. നറേറ്റർ: The customer recommended the shoemaker to all his friends. The shoemaker bought more leather and while they slept that night the elves came. നമ്മുടെ കഥ വിവരിക്കുന്ന ആളാണ് പിന്നെ സ്റ്റേജിൽ വന്നിട്ട് പറയണത് എന്താണ്? ദ കസ്റ്റമർ റെക്കമെൻഡ് ദ ഷൂ മേക്കർ ടു ഓൾ ഹിസ് ഫ്രണ്ട്സ്. കസ്റ്റമർ എന്ത് ചെയ്യും? അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പോയിട്ട് നമ്മുടെ ഷൂ മേക്കറിനെ പറ്റിയിട്ട് പറയണം. എന്താ പറയുന്നത്? കാരണം നമ്മളൊരു കടയിൽ പോയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ ഷൂസ് വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ പറ്റിയിട്ട്, ആ ഷൂസിനെ പറ്റിയിട്ട്, ആ ഷോപ്പിനെ പറ്റിയിട്ട് പറയും. അതുപോലെ തന്നെ ഈ കസ്റ്റമർ എന്ത് ചെയ്യും? ഈ ഷൂസിനെ പറ്റിയിട്ട്, ഷോപ്പിനെ പറ്റിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറയും. അങ്ങനെ ഷൂ മേക്കർ എന്ത് ചെയ്യും? ആ 50 pounds കൊണ്ട് ഒരുപാട് ലെതർ പോയി 6 കൂട്ട് ഷൂസിനുള്ള ലെതർ പോയി വാങ്ങിക്കും. ആൻഡ് വൈൽ ദേ സ്ലെപ്റ്റ് ദാറ്റ് നൈറ്റ് ദ എൽഫ്സ് കെയിം. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ടേബിളിൽ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഉറങ്ങാൻ പോകും. ഉറങ്ങാൻ പോയ ടൈമിൽ ആര് വരും? ഷൂ മേക്കറിൻ്റെ വൈഫ് ഉറങ്ങാൻ പോയ ടൈമിൽ നമ്മുടെ ആര് വരും? എൽഫ് ആ ഷൂ മേക്കറിൻ്റെ ഷോപ്പിലേക്ക് വരികയാണ്. In the dim blue light enter 2 elves. They climb on the table and start working. They sing as they work. അങ്ങനെ നമ്മൾ ഈ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് എന്താ കാണുന്നത്? നമ്മുടെ 2 elves, 2 കുട്ടിച്ചാത്തന്മാർ എവിടേക്ക് വരുന്നു? നമ്മുടെ ഷൂ മേക്കറിൻ്റെ ഷോപ്പിലേക്ക് വരികയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യും? ഷൂ മേക്കറിൻ്റെ ആ ടേബിളിൽ കയറി ഇരുന്നിട്ട് പാട്ട് പാടുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? ഷൂ ഉണ്ടാക്കാൻ തുടങ്ങും. അവിടെ എത്ര 6 കൂട്ട് ഷൂസിനുള്ള ലെതർ ആര് വാങ്ങിയിട്ടുണ്ട്? നമ്മുടെ ഷൂ മേക്കർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ ലെതർ കൊണ്ട് ഷൂസ് ഉണ്ടാക്കുകയും ചെയ്യും. അവരെന്ത് ചെയ്യും? പാട്ട് പാടുന്നതിനനുസരിച്ച് ആ 6 കൂട്ട് ഷൂസ് അവരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവർ പാടുന്നത്? This is how we make a shoe. Snip, 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 few. Pull the thread right and through. Snip, 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 few. With a tip tap here and tip tap there. Here a tap, there a tap. Everywhere a tap tap. This is how we make a shoe. Snip, 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 few. Blackout. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ കർട്ടന് താരം ചെയ്യുന്നത്. സീൻ 3 അതോടുകൂടെ എൻഡ് ചെയ്യണം. കാരണം അവരെന്താണ്? ആ 6 pairs ഓഫ് ഷൂസിനുള്ള ലെതറിനുള്ള ഷൂസിനുള്ള ലെതർ അവിടെ വാങ്ങിയിട്ടുണ്ട്. ആര്? നമ്മുടെ ഷൂ മേക്കർ. അത് അവരെന്ത് ചെയ്യും? ബ്യൂട്ടിഫുൾ ഷൂസ് ഉണ്ടാക്കുക. എങ്ങനെയാണ്? പാട്ട് പാടുന്നതിനനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മുടെ 2 elves ഷൂസ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സീൻ 4. The next morning enter the shoemaker and his wife. They are surprised to 6 pairs of shoes on the table. സീൻ 4 നമ്മൾ എന്താണ് കാണുന്നത്? നെക്സ്റ്റ് മോർണിംഗ് ആണ്. നെക്സ്റ്റ് മോർണിംഗിൽ നമ്മുടെ ഷൂ മേക്കറിൻ്റെ വൈഫ് എവിടേക്ക് വരികയാണ്? നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. നമ്മുടെ ഷോപ്പിലാണ് കേട്ടോ. ദേ ആർ സർപ്രൈസ്ഡ് ടു 6 pairs ഓഫ് ഷൂസ് ഓൺ ദ ടേബിൾ. അവർ വന്നപ്പോൾ ഷൂ മേക്കറിൻ്റെ വൈഫ് എന്താ കാണുന്നത്? അവരുടെ ടേബിളിൽ എന്തിരിക്കുന്നു? 6 pairs ഓഫ് ഷൂസ്. 6 കൂട്ട് ഷൂസ് എന്ത് ചെയ്യുന്നു? ടേബിളിൽ ഇരിക്കുന്നു. ഷൂ മേക്കർ: ഓ മൈ 6 pairs ഓഫ് ഷൂസ്. ഓ മൈ ഗോഡ്, നമ്മൾ പറയില്ലേ അത്ഭുതം കൊണ്ട് പറയണം. ഓ മൈ 6 pairs ഓഫ് ഷൂസ്. 6 കൂട്ട് ഷൂസോ? ഷൂ മേക്കേഴ്സ് വൈഫ്: എഗെയിൻ? വൗ, ദേ ആർ പ്രെറ്റി ടു. ഹൂ ഈസ് സീയിങ് ഓൾ ദീസ് ഷൂസ്? അങ്ങനെ ഷൂ മേക്കർ ഇത് പറഞ്ഞപ്പോൾ ഷൂ മേക്കറിൻ്റെ വൈഫ് ഷൂ മേക്കറിനോട് ചോദിക്കുകയാണ്, എഗെയിൻ വീണ്ടും അത് കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെ എന്ത് ചെയ്തു? ഈ പ്രാവശ്യം സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരു കൂട്ട് ഷൂസ് ഉണ്ടാക്കിയതല്ലേ? ഈ പ്രാവശ്യം 6 കൂട്ട് ഷൂസ് ഉണ്ടാക്കിയിരുന്നു. വീണ്ടും ഷൂ മേക്കറിൻ്റെ വൈഫിന് അത്ഭുതം കൊണ്ട് ചോദിക്കുകയാണ്, ഇത്രയും മനോഹരമായിട്ട് ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? വാവ്, ദേ ആർ പ്രെറ്റി ടു. എന്ത് ഭംഗിയാ ഷൂസ് കാണാൻ. ഹൂ ഈസ് സീയിങ് ഓൾ ദീസ് ഷൂസ്? ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഷൂ മേക്കർ: ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഷൂ മേക്കർ പറയാണ്, എനിക്കറിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ആർക്കറിയില്ല. ഷൂ മേക്കറിന് അറിയില്ല എന്ന് പറയാണ്. The customers enter the shop as soon as the shoemaker opens the door. ഷൂ മേക്കർ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് തുറക്കുമ്പോഴേക്കും ആര് വരികയാണ്? തുറന്നുടനെ നമ്മുടെ കസ്റ്റമേഴ്സ് അവിടേക്ക് വരികയാണ്. ആരുടെ ഷോപ്പിലേക്ക്? ഷൂ മേക്കറിൻ്റെ ഷോപ്പ്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ഷോപ്പ് തുറക്കുമ്പോഴേക്കും ആര് വരും? അവരുടെ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരികയാണ്. കസ്റ്റമർ 2: എ വുമൺ: ഓ ദീസ് ആർ ലവ്ലി ഷൂസ് ഡിയർ, ഐ വുഡ് ലൈക്ക് ടു ബൈ ദം. എന്താ പറഞ്ഞത്? കസ്റ്റമർ 2 ഒരു വുമൺ ആണ് കേട്ടോ. കസ്റ്റമർ 2: ദീസ് ആർ ലവ്ലി ഷൂസ്. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഷൂസാണ്. ഐ വുഡ് ലൈക്ക് ടു ബൈ ദം. ഞാനിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. കസ്റ്റമർ 3: എ മാൻ. കസ്റ്റമർ 3 എന്താണ്? ഒരു മാനാണ്. യെസ് ദേ ആർ ആൻഡ് ലുക്ക് അറ്റ് ദിസ്. അതെ, ഇവ നോക്കൂ. എന്നിട്ട് മറ്റുള്ള ഷൂസ് ചൂണ്ടിയിട്ട് പറയാണ്, അതെ എത്ര മനോഹരമാണ് ഇവിടെയുള്ള ഷൂസൊക്കെ. ആ ഷൂസ് നോക്കിയേ. കസ്റ്റമർ 2: ദേ ലുക്ക് ഗ്രേറ്റ്. ഇവ കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. ഇവ കാണാൻ നല്ല ഭംഗിയുണ്ട്. കസ്റ്റമർ 3: എ മാൻ ലുക്കിംഗ് അറ്റ് ദ ഷൂ മേക്കർ: വി വിൽ ടേക്ക് ബോത്ത് ദീസ് പെയേഴ്സ്. എന്നിട്ട് എന്താ പറയുന്നത്? കസ്റ്റമർ 3: ഈ 2 കൂട്ട് ഷൂസ് എന്താണ്? എനിക്ക് വേണം. അവിടെയുള്ള ആ 2 കൂട്ട് ഷൂസ് ആർക്ക് വേണമെന്ന് പറയണം? കസ്റ്റമർ 3ക്ക് വേണമെന്ന് പറയണം. ഷൂ മേക്കർ: ഓഫ് കോഴ്സ്, താങ്ക് യു വെരി മച്ച് സർ. അപ്പോൾ പറയണം, ഓക്കെ നിങ്ങൾ എടുത്തോളൂ,
ഓക്കെ, നമ്മളൊരാളുടെ ഷൂസ് വേണമെന്നാണ് നമ്മൾ അവർക്ക് ആകെ സന്തോഷം കൊണ്ട് പറയണത് എന്താണ്, നിങ്ങൾ എടുത്തോളൂ, താങ്ക് യു വെരി മച്ച് സർ. എക്സിറ്റ് കസ്റ്റമർ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് ദ റണ്ണർ എൻഡേഴ്സ്. അങ്ങനെ അവരെന്ത് ചെയ്യും, ആ കസ്റ്റമേഴ്സ് അവിടുന്ന് ആ ഷൂസ് വാങ്ങിപ്പോവും. നമ്മുടെ ഷൂ മേക്കറിൻ്റെ വൈഫും പിന്നെ അവിടുന്ന് പോവുകയാണ് സ്റ്റേജിൽ നിന്ന്. ആ ടൈമിൽ കാണാൻ ആര് വരുന്നത്, നമ്മളെ നറേറ്റർ വരികയാണ്. നറേറ്റർ വന്നിട്ട് പറയണത് എന്താണ്, നറേറ്റർ ദ ഷൂ മേക്കർ സോൾഡ് ദ ഷൂസ് സ്ട്രൈറ്റ് വേ. Narrator, the shoemaker solved the shoes straight away. Days passed. Each day the shoemaker bought more leather. And the next morning he found new shoes. So the shoemaker became rich. അങ്ങനെ നറേറ്റർ അവിടെ നടക്കുന്ന സംഭവങ്ങൾ പറയാൻ എന്താണ്, the shoemaker solved the shoes straight away. അതായത് നല്ല നിലയ്ക്ക് എന്ത് ചെയ്തു, ഒരുപാട് ഷൂസ് നമ്മുടെ ഷൂ മേക്കർ വിറ്റു. ഡേയ്സ് പാസ്ഡ്, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈച്ച് ഡേ ദ ഷൂ മേക്കർ ബോട്ട് മോർ ലെതർ. ഓരോ ദിവസവും എന്ത് ചെയ്തു, ഷൂ മേക്കർ കുറേ ലെതേഴ്സ് വാങ്ങിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ഹി ഫൗണ്ട് ന്യൂ ഷൂസ്. എന്താണ്, ഓരോ ദിവസം അദ്ദേഹം എന്ത് ചെയ്യും, നമ്മുടെ ടേബിളിൽ ലെതർ വെക്കും. പിറ്റേ ദിവസം എന്തായി മാറും, ആ ലെതേഴ്സ് ബ്യൂട്ടിഫുൾ ഷൂസായി മാറും. സൂൺ ദ ഷൂ മേക്കർ ബിക്കെയിം റിച്ച്. അങ്ങനെ എന്ത് ചെയ്യും, ഷൂ മേക്കർ പണക്കാരനായി മാറി. കാരണം എന്താണ്, ഓരോ ദിവസം ആ കിട്ടുന്ന കാശ് കൊണ്ട് ലെതർ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ടേബിളിൽ വെച്ചിട്ട് അവർ ഉറങ്ങാൻ പോയിട്ട് പിറ്റേ ദിവസം എന്താ കാണുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ഷൂസാണ്. അങ്ങനെ ആ ഷൂസൊക്കെ വിറ്റിട്ട് അവരെന്തുമായി മാറും, പണക്കാരായി മാറും. ആര്, നമ്മുടെ ഷൂ മേക്കറും ഷൂ മേക്കറിൻ്റെ വൈഫും. The narrator exits. The shoemaker and his wife enter. Now they are dressed in fine costly clothes. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട്, അതായത് അവരുടെ അവസ്ഥ, അവരുടെ സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്, ഷൂമേക്കറിൻ്റെ വൈഫും നല്ല റിച്ച് ആണല്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നറേറ്റർ പോവുകയാണ്. പിന്നെ സ്റ്റേജിൽ ആരാ വരുന്നത്, നമ്മുടെ ഷൂമേക്കറിൻ്റെ വൈഫും സ്റ്റേജിൽ കടന്നു വരികയാണ്. ഇപ്പോൾ അവരെങ്ങനെയാണ് വരുന്നത്, ഡ്രസ്ഡ് ഇൻ ഫൈൻ. അവർ നല്ല കോസ്റ്റ്യൂം, നല്ല ഭംഗിയുള്ള, നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നത്. ഷൂമേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹെൽപ്പിംഗ് അസ്. എന്നിട്ട് ഷൂമേക്കറിൻ്റെ വൈഫ് പറയുന്നത് എന്താണ്, നമ്മളെ സഹായിച്ചവരെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹെൽപ്പിംഗ് അസ്. ആരാണ് നമ്മളെ സഹായിച്ചത്, അവരെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഷൂമേക്കർ, യു ആർ റൈറ്റ്, ലെറ്റ്സ് സ്റ്റേ അപ്പ് വൺ നൈറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഡസ് ഇറ്റ് ഓൾ. നീ പറഞ്ഞത് ശരിയാണ്. ലെറ്റ്സ് സ്റ്റേ അപ്പ് വൺ നൈറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഡസ് ഇറ്റ് ഓൾ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം ഒരു നൈറ്റ് നമുക്ക് ഉറങ്ങാതെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കണ്ടുപിടിക്കാമെന്ന് പറയണം, ആരാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളത്. നീ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നൈറ്റിൽ നമുക്ക് ഒളിഞ്ഞിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കണ്ടുപിടിക്കാം, നമ്മളെ സഹായിക്കുന്നവരെ കണ്ടുപിടിക്കാമെന്ന് ആര് പറയും, ഷൂമേക്കർ പറയും. ഷൂമേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഗിവ് ഹിം എ ഗിഫ്റ്റ്. ഷൂമേക്കറിൻ്റെ വൈഫ് ഷൂമേക്കറിനോട് പറയണം കേട്ടോ, വി മസ്റ്റ് ഗിവ് ഹിം എ ഗിഫ്റ്റ്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സഹായിച്ചവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഷൂമേക്കർ, ലെറ്റ്സ് ഗിവ് ഹിം എ ഗുഡ് ഫീസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു അത്താഴം കൊടുക്കാം, നല്ലൊരു ഗുഡ് ഫീസ്റ്റ്, നല്ലൊരു ഡിന്നർ അത്താഴം കൊടുക്കാമെന്ന് പറയണം. ഷൂമേക്കേഴ്സ് വൈഫ്, ഡെഫിനറ്റ്ലി, ശരിയാണ്, കറക്റ്റ്. നമുക്ക് എന്ത്, നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു അത്താഴം തന്നെ കൊടുക്കാം. ബ്ലാക്ക് ഔട്ട്. അങ്ങനെ അവിടെ കർട്ടൻ വീഴാണ്. ഓക്കെ, ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ്. അതായത് നമ്മൾ സീൻ 1 സീൻ 2 പറഞ്ഞത്, സീൻ 1 എന്താണ്, അവർ പാവപ്പെട്ടവരായിരുന്നു. പിന്നെ ഒരു കൂട്ടിൽ എന്താണ്, ഷൂസിന് ലെതർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതവിടെ സ്റ്റാബിളിൽ വെച്ചുകൊണ്ട് അവർ ഉറങ്ങാൻ പോയ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, 2 elves വന്നിട്ട് ആ ഒരു കൂട്ട് ഷൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് അവർ വിറ്റിട്ട് പിന്നെ 50 pounds അവർക്ക് കിട്ടും. ആ 50 pounds കൊണ്ട് അവരെന്ത് ചെയ്യും, 6 pairs ഓഫ് ഷൂസിനുള്ള ലെതർ വാങ്ങിച്ച് വെക്കും. അങ്ങനെ അവർ ഉറങ്ങാൻ പോയ ടൈമിൽ 2 elves വന്നിട്ട് അതെന്ത് ചെയ്യും, 6 pairs ഓഫ് ഷൂസ് ഉണ്ടാക്കും. അത് ഇവർ വിറ്റിട്ട് അവരങ്ങനെ ഓരോ ദിവസം കടന്നു പോയിട്ട് ഈ ഷൂസ് വിറ്റ് അവർ ഓരോ ദിവസം കടന്നു പോകുമ്പോഴേക്കും അവരെന്തായി മാറി, റിച്ച്, പണക്കാരനായി മാറി. അങ്ങനെ ഇവരെന്ത് തീരുമാനിക്കണം, നമ്മളെ സഹായിച്ചവരെ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് അവർ തീരുമാനിക്കണം. അങ്ങനെ അവർ ആ ഡിസിഷൻ എന്ത് ചെയ്യും, എന്നിട്ട് അവർ തമ്മിൽ പറയണത്, നമുക്കൊരു ഗുഡ് ഫീസ്റ്റ്, നല്ലൊരു ഡിന്നർ കൊടുക്കാമെന്ന് പറയണ ആർക്ക്, നമ്മളെ ഹെൽപ്പ് ചെയ്തവർക്ക്. അതുവരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ്. ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ ടുഡേ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.